സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമായ ഫിലിപ്പൈൻസ് 2022 ഇന്ത്യയിൽ നിന്നും $375 മില്യൺ വിലമതിക്കുന്ന ആൻറ്റി-ഷിപ്പ് കോസ്റ്റൽ ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികൾ വാങ്ങിയതിന് പിന്നാലെ മറ്റുള്ള പല ലോകരാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങുവാൻ വേണ്ടി തിരക്കിട്ട ചർച്ചകൾ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡോ പസഫിക് മേഖലകളിൽ ചൈനീസ് നേവി കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫിലിപ്പൈൻസിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ആൻറ്റി-ഷിപ്പ് കോസ്റ്റൽ മിസൈൽ ബാറ്ററികൾ വളരെയധികം ഉപകാരപ്രദമായിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമായ ഇന്തോനേഷ്യയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യൻ നേവിക്ക് വേണ്ടിയാണ് ഇന്തോനേഷ്യ ഈ ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 290 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങുവാൻ വേണ്ടി $450 മില്യൺ ഇന്തോനേഷ്യ ചിലവാക്കാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. $450 മില്യൺ ചിലവഴിക്കുന്നതിന് ബഡ്ജറ്ററി പ്രോബ്ലംസ് നേരിടുന്ന ഇന്തോനേഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ചൈനീസ് നേവൽ ഭീഷണി നേരിടുന്ന മറ്റൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമും ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ബാറ്ററികൾ വാങ്ങുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഫിലിപ്പൈൻസും ഇന്ത്യയിൽ നിന്നും ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അതുപോലെ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്ത്യയുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അസർബൈനിൽ നിന്നും സൈനിക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർമേനിയ ഏകദേശം $2.63 ബില്യൺ വിലമതിക്കുന്ന മിസൈലുകളും ആർട്ടറി ഗണ്ണുകളും റോക്കറ്റ് സിസ്റ്റങ്ങളും വെപ്പൺസ് ലൊക്കേറ്റിംഗ് റഡാറുകളും ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളും നൈറ്റ് വിഷൻ എക്യുപ്മെൻറ്റുകളും പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ആർമേനിയ റഷ്യയിൽ നിന്നും വാങ്ങിയ സുഖോയ് Su-30 ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഇന്ത്യയുടെ അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച് അവരുടെ Su-30 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അപ്ഗ്രേഡ് ചെയ്തു തരണമെന്ന് ഇന്ത്യയോട് ആർമേനിയൻ ഗവൺമെൻറ് ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ആർമേനിയയും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ബാറ്ററികൾ ഇന്ത്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആയുധ നിർമ്മാണ പദ്ധതിയിലും അതുപോലെ ലോകരാജ്യങ്ങളിലേക്കുള്ള ആയുധ വിൽപ്പനയിലും ഇന്ത്യ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.